Hey guys, welcome to the two of us. It's me Nikhil. This is Anju. ഞങ്ങൾ ഇന്ന് ഒരു സ്റ്റേക്കേഷന് വന്നേക്കുവാണ്. ഇവിടെ കുമരകത്തെ ഒരു കൊക്കുബേ എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ. ആദ്യം ഞങ്ങൾ മൂന്നാർ, വാഗമൺ, മറ്റേ വയനാടൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ ഇത് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഉള്ള റിസോർട്ട്സ് ഒക്കെ ഫുള്ളാണ് നോക്കിയപ്പോഴത്തേന്. പിന്നെ നമുക്ക് ഒരു 6 to 7 hours ഡ്രൈവും ഉണ്ട്. ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഇതാകുമ്പോൾ 1 hour നമ്മളിവിടെ എത്തി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എന്നതാ റിസോർട്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അതെ, കുറച്ചൊരു ഓൾഡ് സ്റ്റൈലിലുള്ള പോലത്തെ ഒരു ഇതാണ്. ഒരു പൂളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ബോട്ടിൽ കൊണ്ടുവരും. ഇവിടെ ഇങ്ങനെ കയറും. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നിങ്ങളെല്ലാം കാണിക്കാമേ. ബാ, നമ്മൾ കയറി വരുന്നത് ഇങ്ങോട്ടാണ്. ബോട്ട് ഇറങ്ങിയിട്ട് നല്ല രസം, നല്ലൊരു പാത്ത് വേ. ഇത് വേമ്പനാട് കായലാണ്, അതിൻ്റെ അടുത്താണ് ഈ റിസോർട്ട് ഉള്ളത്. ഇറ്റ്സ് എ വാട്ടർ ഫ്രണ്ട് റിസോർട്ട്. ഭയങ്കര കാറ്റ്. ഈ ചൂടത്ത് ഇങ്ങനെ ഇച്ചിരി കാറ്റ് കിട്ടുമ്പോൾ ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം. ആക്ച്വലി വെയിലത്ത് നിന്നിട്ടും ചൂടില്ല, ബിക്കോസ് ഭയങ്കര കാറ്റാണല്ലോ. പിന്നെ വരുമ്പോൾ തന്നെ ഇവിടെ സീറ്റിംഗ് സ്പേസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ചെക്ക് ഇൻ കഴിഞ്ഞു. 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ. നമ്മളൊരു 3 മണിയായപ്പോൾ വന്നതോ. അതാണ് അവിടുത്തെ റിസപ്ഷൻ. അവിടെ വന്ന് നമ്മൾ ചെക്ക് ഇനൊക്കെ കഴിഞ്ഞ് റൂമിലും കയറിയിട്ടാണ് നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചത്. ഞങ്ങളുടെ ഒരു മെയിൻ റിക്വയർമെൻ്റ് ആയിരുന്നു പൂള്. പ്രൈവറ്റ് പൂളുള്ള കുറേ റിസോർട്ട്സ് ഞങ്ങൾ നോക്കി. അത് കൂടുതൽ നോക്കിയത് മൂന്നാർ സൈഡിലൊക്കെയാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഏറ്റവും കുറഞ്ഞത് 10,000, അതിന് മേളിലോട്ട് പിന്നെ 20,000, 30,000 വരെയൊക്കെ. അപ്പോൾ പൂൾ വേണമെന്നുണ്ടായിരുന്നു. പ്രൈവറ്റ് അല്ലെങ്കിലും നമുക്ക് ഇവിടെ ഒരു കോമൺ പൂൾ ഉണ്ട്. ഇവിടെ 8:30 to 8:30 ആക്സസും ഉണ്ട്. അത് നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത്. ബിക്കോസ് അവിടെ നമുക്ക് പൂളിൽ കിടക്കുമ്പോൾ തന്നെ ഈ വേമ്പനാട് കായലിൻ്റെ വ്യൂവും കാണാം. വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ലൊരു സൺസെറ്റും കിട്ടും. ഞങ്ങളിപ്പോൾ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഈ വെയിൽ താന്നിട്ട് ഒരു സൺസെറ്റ് ടൈമൊക്കെ ആകുമ്പോൾ തന്നെ പൂളിൽ ചാടി പൂളിൽ കിടന്നൊരു സൺസെറ്റ് കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങള് എല്ലാ ദിവസവും ഇപ്പം ഇടിയും മഴയാണല്ലോ. ഞങ്ങള് പറയും ഇടിയൊന്നും വെട്ടരുത്, പറ്റില്ലല്ലോ. നമുക്ക് നോക്കാം. സോ റിലാക്സിങ്. ഇവിടെ ഭയങ്കര കാമാണ്. എല്ലാരും ചില്ലിങ്. എല്ലാരും ഒരു മൂലക്കൊക്കെ മാറിയിരിക്കുക. തിരിച്ചു പോകാൻ സമയമായി. അപ്പോഴാണ് നമ്മളൊന്ന് പുറത്തിറങ്ങാൻ നമുക്കൊന്ന് സമയം കിട്ടിയത്. ഇത്രയും ദിവസം ഞങ്ങൾ ഓരോ പനി, ഛർദില്, അത് ഇത് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇപ്പോഴാണൊന്ന് പുറത്തിറങ്ങാനുള്ളൊരു അവസരം കിട്ടിയോ. ലൊക്കേഷൻ ഭയങ്കര സുഖം. ഇത് നമ്മൾ ഇവിടുത്തെ സ്പോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാമേ. വാ, അവിടെയായിരുന്നു. തെറ്റിപ്പോയി ഗായ്സ്. ഞാനിപ്പോൾ വെല്ലോൻ്റെ മുറി കയറി ചെന്നതിന്. നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. നമുക്ക് ഡിന്നർ ദാ ഇവിടെയാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ്. പിന്നെ ഇതൊരു ട്രഡീഷണൽ സ്റ്റൈലുള്ളൊരു റിസോർട്ടാണ്. അതുകൊണ്ട് നല്ല രസമാണ് ഇത് കാണാൻ. താക്കോൽ, എൻ്റെ താക്കോലില്ല. താക്കോൽ കളഞ്ഞ. ആ കാറ്റത്തുനിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ ചൂടെടുക്കുന്നു. കമോൺ ഗൈസ്, ഞങ്ങളുടെ റൂമിലോട്ട് സ്വാഗതം. സോറി, ഒന്നുകൂടെ. അയ്യോ ശരിയാ, സോറി, ഞാൻ തുറന്നില്ലായിരുന്നേ. ഇപ്പൊ ശരിക്കും സ്വാഗതം. ഇറ്റ്സ് എ സ്മോൾ റൂം. AC ഒക്കെ ഉണ്ട്. കയറുമ്പോൾ എന്തൊരു ആശ്വാസം. നമുക്ക് ബെഡ് ടെസ്റ്റ് ചെയ്താലോ? നമുക്ക് ബെഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുവരെ സത്യം പറഞ്ഞാൽ കിടന്നില്ലല്ലേ. നമ്മൾ വന്നു, സാധനം വെച്ചിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒന്നെങ്കിൽ നടുവടി അല്ലെങ്കിൽ കട്ടിലടി. നമുക്ക് നോക്കാം. ഒത്തിരി ചാടല്ലേ, ചെറുകെ ചാടാവും. എനിക്ക് പേടിയെ കട്ടിലൊടിച്ചാലോ. സോറി. എന്റെ കൈ എന്റെ കൊണ്ടിൽ സ്റ്റക്കായി.
തലയ്ക്കൊക്കെ ഇറ്റ്സ് ഗുഡ്. യാ, ഇതങ്ങനെ എന്നതാ വാട്ടർ ഫ്രണ്ട് വ്യൂവോ അങ്ങനെയുള്ളൊരു റൂമൊന്നും അല്ല. അങ്ങനെയുള്ള റൂംസ് ശരിയാ, ഇതിൻ്റെ അപ്പുറത്തെ ബ്ലോക്കിൽ ചിലപ്പം കിട്ടുമായിരിക്കും. ഇതും ഇന്ന് ഫുള്ളാണെന്നാണ് അവർ പറഞ്ഞത്. എന്തോ ഭാഗ്യത്തിന് ഇന്നിവിടെ കിട്ടി. ഇന്ന് നമ്മൾ മെയ് 1 വന്നേക്കുന്നത്. ലേബർ ഡേ ആണ്, എല്ലാവർക്കും അവധി. സാറ്റർഡേ സൺഡേ മൺഡേ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ അവധി. സോ ഒരു ലോങ് വീക്കെൻഡ് ആണ്. അപ്പോൾ ആളുകളെല്ലാം ബുക്ക് ചെയ്തേക്കാണ്. മൂന്നാറിലൊന്നും ഒരു റിസോർട്ട് പോലും നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് പൂളൊക്കെ ഉള്ളത് എല്ലാം ഫുള്ളായിരുന്നു. പക്ഷേ ഒരെണ്ണം കിട്ടി ഇവിടെ. ആൻഡ് ഇവിടെ പുറത്ത് കുറേ ഇതുണ്ട്, നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് കുറേ സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട്. ചെയർസും ഇതൊക്കെ ഉണ്ട് വാട്ടർ ഫ്രണ്ടിൽ. പിന്നെ നമുക്ക് പച്ചപ്പ് ഹരിതാപമായതുകൊണ്ട് മനസ്സിനൊരു കുളിർമ. ഒരു സ്വിംഗ് ഉണ്ട്, കിടന്നിങ്ങനെ ആടാൻ നല്ല രസമാണ്. കൊള്ളാം. പൂൾ. അതെ, ആ വെയിലൊന്നും താന്നിട്ട് വേണം ചാടാൻ. അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇരിക്കായിരുന്നു. ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തോട്ടിരിക്കാം. വാഷ്റൂമും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. ഒരു സാധാരണ ടൈനി വാഷ്റൂമാണ്. ദിസ് ഈസ് ദ വാഷ്റൂം. ഇതിന്റെ ഡോർ നല്ല രസമല്ലേ? പക്ഷെ വാഷ്റൂം ഓക്കെ. ഞാൻ വാഷ്റൂമിൽ ഇപ്പോഴാണ് കയറുന്നത്. ഇത്രയും വലിയ മിററാണെന്ന് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ കയറിയില്ലായിരുന്നു വാഷ്റൂമിൽ. ഓ റിയലി? ഓ ആൻഡ് ഒരു ടബും. നീറ്റാണല്ലേ, ഒരു ഫൗൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇറ്റ്സ് വെരി നീറ്റ്. ഇത് നമുക്ക് 6250 പ്ലസ് ടാക്സ് ആണ് ആയത്. അതായത് ഒരു 7000 അത്രയായി. അതിന് എന്നതാ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു റിക്വയർമെൻറ്റും ഒക്കെ വെച്ചിട്ട് ഇത് കിട്ടിയത് തന്നെ ഭാഗ്യം. അതും അധികം ഭയങ്കര നമുക്കൊരു അഫോർഡബിൾ പ്രൈസിൽ നമ്മൾക്ക് കിട്ടി. ഇപ്പോൾ സമയം 5:30 ഞങ്ങളിവിടെ പൂള് ചാടണം. അതിന് മുന്നേ കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ഒക്കെ ചെയ്ത് ഇരുന്നിട്ട് പോകാമെന്ന് വെച്ചു. ഭയങ്കര ഒരു നമുക്ക് മനസ്സിനിങ്ങനെ കാമാക്കുമല്ലേ. നമ്മൾ ഇത്രയും ദിവസം ഭയങ്കര റഷായിരുന്നു. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എൻ്റെ വീട്ടിൽ പോകുന്നു, ആ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുന്നു. ഇപ്പം നമ്മൾ മാത്രമായിട്ട് അങ്ങനെ കിട്ടിയത് ഇസ് റിയലി ഗുഡ്. ഇവിടുന്ന് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഫുള്ള് അവിടെ ദൂരെ ഹൗസ് ബോട്ട്സ് കാണാം. ആൻഡ് ദ സൺസെറ്റ്. പക്ഷെ ഇന്നത്തെ സൺസെറ്റ് കുറച്ച് ക്ലൗഡിയാണ്, അത്ര ക്ലിയർ അല്ല. ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ദാറ്റ് റെഡ് യെറ്റ്. അതെ, പക്ഷേ ഈ മഴ വീഡിയോ ഒന്നും ഇതുവരെ കാണുന്നില്ല. ചെറിയൊരു മഴക്കുറവുണ്ട്, എന്നാലും അത്രയ്ക്ക് രൂക്ഷമല്ല. സോ എല്ലാവരും പൂളിലൊക്കെ ഇറങ്ങി തുടങ്ങി. നമ്മൾ ചെല്ലുമ്പോഴേക്കും ബിസി ആകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഉടനെ പോവും. പൊടിക്ക് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഇവിടെ നിന്ന് കറങ്ങി നടന്ന് കാണാമെന്ന് വെച്ച് എന്നിട്ട് പോകാമെന്ന് വെച്ചിരിക്കുക. അപ്പോൾ നടന്നാലോ. സോ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ ഒരു സ്റ്റേജ് പോലൊരു സെറ്റപ്പ് ഉണ്ട്. ആൻഡ് ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കോർണർ. ദാറ്റ്സ് എ വ്യൂ. വാവ്. എന്താ ഇവിടെ? ഓക്കേ. നമ്മൾ പൂളിൽ ചാടാൻ പോവുക. അതിനാദ്യം പോയി ഡ്രസ്സ് മാറണം. ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് എൻ്റെ സ്വിമ്മിങ് സ്കിൽസ് ഞാൻ പുറത്തെടുക്കണം. സോ നമ്മുടെ നീന്തലൊക്കെ കഴിഞ്ഞു, ഇരുട്ടി തുടങ്ങി. നമ്മൾ കയറാൻ പോവുക. അപ്പോൾ ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങി റൂമിലെത്തി. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. ഞങ്ങൾ ഡിന്നറിന് വന്നു, ഇരുന്നു.
ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നു. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്ത് നടന്നാലോ എന്നിങ്ങനെ ആലോചിക്കുക. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ചിക്കൻ നൂഡിൽസ് പറഞ്ഞു, ഇവൻ അപ്പം എന്തോ ഒരു ചിക്കൻ കറി, ചിക്കൻ ചെട്ടിനാടാണോ അങ്ങനത്തെ എന്തോ ഒരു ചിക്കൻ. നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും. പൂളിൽ ചാടിയോണ്ട് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ലൈം സോഡയ്ക്ക് വരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതെ, പക്ഷെ നമ്മൾ ഡിന്നറിന് പൈസ കൊടുക്കണം കേട്ടോ. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് സാധാരണക്കാട്ടിലും, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വർത്ത് ഇറ്റ്. പിന്നെ ഇപ്പം ഞങ്ങളൊന്ന് ഞങ്ങൾ വിചാരിച്ചു, ഞാൻ വിചാരിച്ചില്ല, ഉജി വിചാരിച്ചു കോഫിയോ എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം എന്നങ്ങനെ. അപ്പം ഇവനതുണ്ടാക്കും. ഇവിടെ അതിൻ്റെ ടീ ബാഗും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് ചൂടാണ്, എനിക്കതിങ്ങനെ ചൂട് കുടിക്കുന്ന എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു, എന്നുവെച്ചാൽ പൊള്ളുമോ എന്നുള്ളൊരു ആൻസൈറ്റിയിൽ കുടിക്കാൻ പറ്റില്ല. ആൻസൈറ്റി രോഗിയാണ്. അതെ, കുഴപ്പത്തില്ല. ബ്ലാക്ക് കോഫി അല്ലേ. നമ്മളിതാ ഇവിടെ ഇരിക്കാന്ന് വെച്ചു. ഫ്രണ്ടില് വെള്ളമാണ്. രാവിലെയായി, ഞാൻ പല്ല് തേച്ചു, ഫുഡ് കഴിക്കാൻ ചെല്ലണം. 9:30 വരെ ഫുഡുള്ളൂ എന്നാണ് അറിയുന്നത്. അവളവിടെ ഫ്രഷ് ആണെന്നേ ഉള്ളൂ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. നമുക്കെന്താ ഇഡ്ഡലിയും സാമ്പാറും. ഞങ്ങളിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് പുറത്തിറങ്ങിയതാ. ഇവിടെ യോഗ സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കോംപ്ലിമെൻ്ററി അല്ല. എന്തിനും 8,000 2,500 ഉണ്ട്. എന്തൊക്കെയുണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, അത് 1 hour 4,500 ആണെന്ന് തോന്നുന്നല്ലേ. സ്പീഡ് അങ്ങനെയൊക്കെ ഇന്നലെ രാത്രി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. രാവിലെ പൂളിൽ ഇറങ്ങിയ ആൾക്കാരുണ്ട്. അത് അങ്ങോട്ട് കാണിക്കും. അത് നമ്മൾ സ്റ്റേജ് എന്നാണ് പറഞ്ഞിരുന്നത്, അങ്ങ് അറ്റത്തുള്ളത്. ശരിക്കും യോഗ സെന്ററാണ്. ഓ റിയലി? നമ്മൾ വിചാരിച്ചു ഏതാണ്ട് പരിപാടി നടക്കുന്നത് യോഗ സെന്റർ ആണോ? അപ്പോൾ അതല്ലേ ഇത് അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളത് ഡമ്പ. അതൊരു ഒരു മീൻ എങ്ങനെ പൊങ്ങി ഞാൻ കണ്ടു. അപ്പം നമ്മൾക്കൊരു 40 minutes നമ്മൾക്ക് ചെക്കൗട്ട് ചെയ്യണം. ഇങ്ങനെ മുടി ഇങ്ങനെ മുടി ഉണക്കണം. ഇവക്കാണ് സ്ട്രൈറ്റ് ചെയ്യുന്ന ഇഷ്ടം. സ്ട്രൈറ്റ് ചൂടടുപ്പിച്ച് മുടിയുടെ ഉള്ളു മൊത്തം പോയി. സ്ട്രൈറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. നല്ല ചുരുണ്ട മുടിയുണ്ട്, അത് ഇട്ടുകൊണ്ട് കിടന്നാൽ പോരെ. ഒന്നുകൂടെ കാണിച്ച ഓക്കെ ഗൈസ്, ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണേ. നമ്മളിപ്പം റിസപ്ഷൻ ഏരിയയിലോട്ട് പോവുക. അവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ ചെക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ടായി. ബിക്കോസ് 11 ആയി. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക തിരിച്ചു പോവാൻ. നമ്മളെ ആ വള്ളത്തിൽ നിന്ന് നമ്മളുടെ പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടെ അവർ കൊണ്ടുവരും. വണ്ടി തുറക്കാതെ ഇന്നലെ തൊട്ട് ഇവിടെ ഇട്ടിട്ട് ഭയങ്കര ചൂട്. അപ്പം നമ്മളുടെ സ്റ്റേക്കേഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്റ്റേക്കേഷനും തീർന്നു, ഈ വ്ളോഗും തീർന്നു. ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഡ്രൈവ് ചെയ്ത് വന്നു. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് ഫുൾ റിസോർട്ട്സ്, എല്ലാം ഭയങ്കര ട്രഡീഷണൽ വൈബിലുള്ള. അതെ, ഓക്കെ. അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് വരിക. ഒരു ചെറിയൊരു ഓക്കെ കണ്ടോ. ഓക്കെ, അപ്പം അല്ലേ കൊക്കോബേ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. ഒരു പബ്ലിക് പൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ആക്സസ് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ഒന്നുമില്ല. ഇറ്റ് വാസ് നൈസ്, പീസ്ഫുൾ, കാം, ചിൽ ആയിരുന്നു. സോ ഗൈസ്, ഇനിയും നമ്മൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് വരും. ടിൽ ദെൻ അതിന് മുന്നേ ലൈക്ക് ചെയ്യേ. പുറകിലൊരു വണ്ടി പോകുന്നു, അതങ്ങ് പോട്ടെ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ like, share and subscribe. Make sure to subscribe, guys. So
താങ്ക് യു. ബൈ.